പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ട ജിമ്മി രാവിലെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് നിൽക്കുകയാണ് അവൻ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. അണ്ണ അവിടെ മുറ്റത്ത് നിന്ന് ചെടികളൊക്കെ എടുത്തുകൊണ്ട് കിണറിൻ്റെ മണ്ടയിൽ അവൻ ചാടി കയറി. കിണറിൻ്റെ മണ്ടയിൽ പിന്നെ കമ്പി കൊണ്ട് ഇത് അടപ്പിട്ട് അടച്ചിരിക്കുക, പ്രശ്നമില്ല. പക്ഷേ എന്നാലും അത് നല്ലതല്ലല്ലോ, അത് ശരിയാവത്തില്ല. അങ്ങനെ ഇപ്പോൾ എന്താ ഇവിടെ ഇരുന്ന് ചെടിച്ചട്ടികളെല്ലാം നുള്ളി പറക്കി വേണ്ട ചുറ്റാകെ കിണറിൻ്റെ ചുറ്റാകെ വെച്ചിരിക്കുക, ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ ഓരോ കാര്യങ്ങളെ ഈ വിരുദ്ധൻ്റെ ഡാ ഒന്നിട്ട് നടക്കുന്നുണ്ടില്ലേ. കുരുത്തക്കേട് ഇല്ലാതിരുന്ന ഒരു കുറഞ്ഞതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കും. ഇതൊരു ഓർക്കിഡാണ് കേട്ടോ. ഈ തെങ്ങിൽ എന്തെങ്കിലും മരത്തിലൊക്കെ ചുറ്റി പടർത്തുന്നത്. ശരിക്കും പൂ പിടിക്കും. ഒരു ദിവസത്തെ പൂ നിൽക്കത്തുള്ളൂ. അല്ല മുല്ലപ്പൂ മാതിരി ശരിക്കും അങ്ങ് പിടിക്കും. ചെറിയൊരു മണവും ഉണ്ട്. എന്ത് ഓർക്കിഡാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഒരു ബന്ധു തന്നതാണ്. ഉണ്ട്, ഇതാണ് സംഭവം. അണ്ണൻ രാവിലെ കൃഷി പരിപാടിയിലാണ്. ഡേടേ വളം ഇപ്പം നോക്കിയോ ജിമ്മി, ഇതിനൊക്കെ കുരുത്തക്കേട്. ഈ ചെറുക്കൻ്റെ കാര്യം കൊണ്ട് തോറ്റ് വളത്തിലിട്ട് നക്കുന്നവൻ. അണമ്മ മുകളിൽ പോയി 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞിട്ട് വന്നേത്. റാണിമുത്തശ്ശിയേ പണ്ടുകൂടെ പോകുന്ന പോക്കണ്ട. ഇന്ന് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കുറച്ച് വളം കിട്ടിയതാണ്. അത് ഇപ്പം മഴയൊക്കെ പെയ്തില്ല, അപ്പോൾ ചെടികൾക്കെല്ലാം അയ്യത്ത് ഓരോന്നിനും കൊണ്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് ഞാൻ അവിടെ എന്തിന് കയറിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സോപ്പിങ്, ഭയങ്കര സ്നേഹപ്രകടനം. തെറ്റ് ചെയ്താന്ന് അവന് മനസ്സിലായി. രാവിലെ മീൻകാരൊക്കെ പോകുന്ന മീൻ വണ്ടി ഹോൺ അടിച്ച് ഇങ്ങനെ പോകും. അത് നോക്കിക്കൊണ്ട് നിൽക്കുക. പരിസരം നോക്കലാണ് ഈ കുഞ്ഞാവേൻ്റെ ജോലി. വാ നമുക്ക് അയ്യത്ത് പോവാം. വാ അച്ചായതും അയ്യത്ത് പോയി കൃഷി ചെയ്യാൻ പോയി. ഇമ്മയാവേ വാ, വരണില്ലേ? ഞാൻ പോണേ. നമ്മുടെ കൃഷിയിൽ ഒരു ചെറിയ പരാജയം പച്ചമുളകിലും തക്കാളിയിലും പറ്റി. പച്ചമുളകിന് കുരുടിപ്പ് വന്ന്, തക്കാളിക്ക് കുരുടിപ്പ് രോഗം വന്നു. മരുന്നൊഴിച്ചിട്ട് രക്ഷയില്ല. ചിലതൊക്കെ രക്ഷപ്പെട്ടു, ചിലതൊക്കെ രക്ഷപ്പെട്ടില്ല. വഴുതനയിലൊക്കെ പൂ വന്നു. 1-2 വഴുതനയിൽ കായൊക്കെ പിടിച്ച്. വേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ഈ അവസ്ഥയിൽ തന്നെ ഇവിടെ കിടക്കുക. പോസ്റ്റിന് ഒരു പറഞ്ഞിട്ടുണ്ട്, അത് വന്നെങ്കിലേ ഇനി നടാൻ പറ്റും. ഇന്നോ നാളെ ചിലപ്പോൾ പോസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താക്കപ്പോ വൈട്രംബ്രയും താക്കപ്പനും. അയ്യോ എൻ്റെ ചെടി വെണ്ടയൊക്കെ നട്ടതൊക്കെ കിളിച്ചിട്ടുണ്ട്. അത് കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണ്ട് ഇവിടെ ഒരു വെണ്ടയ്ക്ക് ഇപ്പോൾ ഉണ്ട്. ഇവന്മാരോട് പൊരുതി പടവെട്ടിയാണ് അതാ ഈ കൃഷിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കഷ്ടം. വാ ജാനമ്മ വാ, ചക്കപ്പ വാ. ഇവിടെയും വഴുതനയൊക്കെ വെണ്ടയ്ക്കൊക്കെ കിളിച്ചിട്ടുണ്ട്. ഒരവിടെ കളിയണ്ട എല്ലാം അങ്ങോട്ടത്. പുറത്ത് ചാടരുത്. ഓടിക്കൊണ്ട് ചാടി കയറാൻ വന്ന എൻ്റെ പുറത്തൊരുത്തി. ഓട്ടോ ഉണ്ടോ? എന്തോരു സ്വാതന്ത്ര്യം പറയാ ഓടി നടക്കാനിവിടെ. മഴ ഇന്നിപ്പോൾ ഇല്ലല്ലോ. ഇന്നിപ്പോൾ രാവിലെ മഴയില്ല. അത് കാരണം എല്ലാവരെയും അങ്ങ് തുറന്നു വിട്ടപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര സന്തോഷം അവർക്ക്. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞങ്ങളങ്ങനെ കൃഷി അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എവിടെടാ പിന്നെ ഈ ഓടുന്നേക്കതോ? ഒന്ന് പോക്കണ്ട. ജാനമ്മ ഇഞ്ഞി വാ. അയ്യോ സുന്ദരിയല്ലേ, ഇഞ്ഞി വാ. ഉണ്ടോ ഓടുന്ന വരയുടെ മൊത്തം കിടന്ന് ഓടും. ഡേ കളിച്ച് അവിടെ അടി ഓടിയ ഇപ്പം നോയിക്കോ. എല്ലാവരെയും പിടിച്ചിപ്പോൾ കൂട്ടിലാക്കും ഞാൻ. ഉണ്ടോ വൈറ്റമ്മ എവിടെ ഓടുന്ന? അണ്ണാ ഇതാ നട്ടേന്റെ കീഴിൽ കൂടെ വൈറ്റി. യോ ഇപ്പൊ കൂടെ നട്ടതേ ഉള്ളൂ. കയറി നടക്കുന്നു വൈറ്റി. ഇപ്പൊ നോയിക്കോ, വൈറ്റിക്ക് ഇപ്പൊ കിട്ടും. വൈറ്റമ്മ ഇഞ്ഞി വാ, ഇഞ്ഞി വരാൻ. പേടിയുണ്ട്, എന്നാലും ചെന്ന് നിൽക്കുകയും ചെയ്യും. വൈറ്റ് അതൊന്നും എടുക്കരുത്. ഇഞ്ഞി വാ. കുരുത്തക്കേട് 1.5 വയസ്സുള്ള പെണ്ണിന്റെ കുരുത്തക്കേട് ഇത്. അപ്പോൾ ഈ 8 മാസമുള്ള ഇതിൻ്റെയൊക്കെ എന്തുമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മളെ ഒരു വ്യൂവർ മെസ്സേജ് ഇട്ടിരുന്ന, ഇവർ കുരുത്തക്കേടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ മെസ്സേജ് ഇട്ടിരുന്ന അവർക്ക് കളിക്കാൻ എന്തെങ്കിലും കളിപ്പാട്ടം വേണം. ഇവർക്ക് കളിക്കാൻ കളിപ്പാട്ടം കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയില്ല. അതിനൊക്കെ നമ്മൾ ഒരു ദിവസത്തെ ആയുസ് പോലും കാണത്തില്ല. ഇവർ ഈ കളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഓട്ടവും ചാട്ടവും ഇത് തന്നെ. ഇവർ ഈ അയ്യത്തും ഇതിൽ ഒറ്റയ്ക്കുള്ള ഡോഗ്സൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുക്കാം. ഇതിപ്പം ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. അയ്യോ എൻ്റെ പുറത്ത് അഴുക്കകല്ലേ പൊന്നെ, കാല് മൊത്തം ചെളി, ഓടിച്ചാടി മണ്ണി കിടന്ന്. താഴെ നില്ല ചക്കി. പിന്നെ ഞങ്ങളെ
ഇത് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും വലകൾ കെട്ടിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അതായത് ഈ കുട്ടിപ്പട്ടാളങ്ങൾ അതൊന്നും തരുന്നില്ല, എല്ലാം നശിപ്പിക്കുന്നു. വെറുതെ നമ്മൾ അധ്വാനിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ എന്തായാലും കൃഷി ചെയ്തേ പറ്റൂ. ഇവരെ നമുക്ക് ഒഴിവാക്കാക്കത്തില്ല, കൃഷിയെ നമുക്ക് ഒഴിവാക്കാക്കത്തില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മാർഗ്ഗം നമുക്ക് കണ്ടുപിടിച്ചതാണ്ട കമ്പിയുടെ നെറ്റ് ചുറ്റാകെ അടിച്ചിരിക്കുക. ഇപ്പോൾ ചെയ്ത ഒരു 2-3 ആഴ്ച ആയതേ ഉള്ളൂ. ഗേറ്റൊക്കെ ഇട്ട് ഇനിയിപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇവരെ കുട്ടിപ്പട്ടാളങ്ങൾ അകത്തോട്ട് ഇനി കയറ്റി വിടാണ്ട് ഇതുപോലെ ഗേറ്റും എല്ലാം ഇട്ട് കുട്ടിപ്പട്ടാളങ്ങൾ 1-2 പോകാൻ വേണ്ടി മാത്രം ബാക്കിലോട്ട് കയറ്റി വിട്ടിട്ട് പിന്നുള്ള സമയങ്ങളിൽ ഇവിടെ തന്നെ ഇവിടെയും ഞങ്ങൾ ബാക്കിൽ മുറ്റത്തും ഫ്രണ്ടിൽ മുറ്റത്തും ഒക്കെ ആയിട്ട് നിർത്താനാണ് പ്ലാൻ. അല്ലെങ്കിൽ ഇവർ നമുക്ക് കൃഷി ചെയ്തൊന്നും തരത്തില്ല, എല്ലാം നശിപ്പിച്ച് കളയുന്നു. എല്ലാം അവിടെ പോയി നിൽക്കുക. എന്ത് ചെയ്യാനാ? ഇതുപോലെ ഓരോ മാർഗം കണ്ടുപിടിക്കുക നമ്മൾ. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അവരൊക്കെ അതും ഒരു ജീവിയൊക്കെ അല്ലേ, എന്താ ചെയ്യുക? അവർക്ക് ഓടാനും ചാടാനും നമ്മളതിന് ബദൽ മാർഗം ഇതുപോലെ അവർക്കും കേടില്ല, നമുക്ക് കൃഷിക്കും കേടില്ലാത്ത രീതിയിലൊരു ബദൽ മാർഗം കണ്ടുപിടിച്ച്. ഇവിടെ കുറച്ച് ഭാഗം മഞ്ഞൾ, ഇവിടെ കുറച്ച് ഭാഗം ഇഞ്ചി. സമയം കഴിഞ്ഞ് എന്നാലും നട്ടിട്ടേക്കാം. എന്തായാലും ഇവിടെ ചിലർ ചെയ്തു വെച്ചിരിക്കുന്ന പണിയെണ്ണ കയ്യിൽ പോകുന്ന ബാക്ക് കൂട്ടം ചെയ്തു വെച്ചതാണ്ട് വാഴയുടെ ഇതൊക്കെ വലിച്ച് പിച്ചിയിട്ട് തിന്നാൻ നോക്കുക. അതുകൊണ്ട് ഇതൊക്കെ കണ്ടായി വാഴയുടെ സൈഡെല്ലാം വലിച്ച് പിച്ചിയിട്ട് തിന്നാൻ നോക്കുക. അതുകൊണ്ട് അവർ എല്ലാം കുരുത്തം കിട്ടതാ, ഒരെണ്ണം ഇല്ലാത്ത കുരുത്തക്കേടില്ലാത്ത ഒരെണ്ണം ഇല്ല. കൂട് തുറന്നിട്ടിട്ട് എന്താ വെളിയിൽ ഇറങ്ങാതെ അകത്ത് തന്നെ ഇരിക്കുന്ന എല്ലാവരും? മഴയില്ലല്ലേ, പിന്നെന്ത് പറ്റി? വാ ഒന്ന് പോക്ക് കണ്ടോ? എല്ലാ വേലത്തരങ്ങളും ചെയ്തു. ചോടി നോട്ടം കണ്ടോ? വാഴകൾ ഒരെണ്ണം തരത്തില്ല. വാ, അണ്ണൻ കൃഷി ചെയ്ത വാഴയാണ്. ആ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വാഴയുടെ അവസ്ഥ ഉണ്ട്. അതിന് ഒരില വരും, അത് അവർ തിന്നു തീർക്കും, വീണ്ടും വരും, വീണ്ടും തിന്നു തീർക്കും. അയ്യോ, ഇതിനെയൊക്കെ എന്താ ചെയ്യണം? ജാക്കി ഇനി വാ. അണ്ണൻ കൃഷി ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക അവർ. ചാക്കപ്പാ ഇനി വാ. തുമ്പിയേ. മുമ്പ് ഞങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു പെരയിടം, അതായത് ഈ കോഴിക്കോട് നിൽക്കുന്ന പട്ടിക്കൂട് കെട്ടിയിരിക്കുന്ന ഈ ഒരു പെരയിടം മൊത്തവും പച്ചക്കറി കൃഷിയായിരുന്നു. പിന്നെ ഇവർ പട്ടിക്കുട്ടികളൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ കുറച്ച് ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രമാക്കി പച്ചക്കറി. മുമ്പ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത് സെയിലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറച്ച് നമ്മൾ ആവശ്യത്തിനാക്കി. പൊന്നു വയറ്റമ്മ, അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽപ്പുണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഇനി വാ നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നത്? ഇനി വാ വൈറ്റ് പറഞ്ഞ കേൾക്കത്തില്ലയോ എൻ്റെ ചെടി? അതിൻ്റെ മണ്ടേ കൂടെ ഒക്കെ എടുത്ത് ചാടുന്നേ. ഒരു കായ അവിടെ നിൽക്കുന്നത്. പോസ്റ്റ് വന്നെങ്കിൽ ഇതെങ്ങനെയെങ്കിലും കുഴിച്ചിടായിരുന്നു. ആ ഒരു കായ അവിടെ നിൽക്കുന്നത് ഒരു രക്ഷയില്ല. അതാണ്ട് ഇത് കിട്ടുമോ എന്തോ ഇനി ഈ കുട്ടിപ്പട്ടാളങ്ങൾ. ജാക്കി നീ പുറക്കെ നടന്നോളൂ. നമ്മൾ അയ്യത്തോട്ട് കയറി വന്നാൽ പുറക്കെ നടന്നോളൂ. കയറി നിൽക്കുന്ന സ്ഥലം കണ്ട അവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയ്ക്ക് മുകളിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സപ്പോർട്ട് അതിൻ്റെ മണ്ടേ കയറിയിരിക്കുക. നെത്തോലി ഇങ്ങോട്ട് വാ. എന്തുവാ നീ കാണിക്കുന്ന കുരുത്തക്കേട്? പോ. നിമിച്ചേട്ടാ എവിടെ വൈറ്റി? നിമ്മി റാണിയും കൂടെ കാറിൻ്റെ അടിയിൽ ഉറങ്ങാൻ കയറിയിട്ടുണ്ട്. റാണമ്മ അതാണ്ട ജിമ്മി. ബാ, പാല് കുടിച്ചില്ലല്ലേ? പാലെടുത്തോണ്ട് വരട്ടോ. ബാ. ചിന്നനും ആ പെങ്കൊച്ച് വന്നിട്ടുണ്ട് രാവിലെ. വിശക്കുന്നാ? എവിടെ പോകുന്നതാ രണ്ടുപേരും കൂടെ? എവിടെ പോവാനായിട്ട് വന്നത്? അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവിടെ അങ്ങ് നിന്ന് പോയിട്ട് വാ, കറങ്ങിയിട്ടൊക്കെ വാ. അപ്പോഴത്തേക്ക് ശരിയാവും ഫുഡ് കേട്ടാ. അവരവിടെ വരുമ്പോഴത്തേക്ക് ഇതാണ്ട് അവർ 3 കൂടെ ഗേറ്റിൻ്റെ അടുത്ത് വരും. അവരായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഫ്രണ്ട്സാണ് അവർ. പിന്നെ ഇതുവരെ ഒന്ന് മൂളും. അവരെ കൂടെ ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളെ ഈ ലോകം മൊത്തം ഇട്ട് ഓട്ടിക്കാനൊക്കെ ഉണ്ട്. റാണി അവിടെ കയറി ഇന്ന് നോക്കാൻ പറ്റത്തുണ്ട്, മണം പിടിച്ച് പോകുക ആരാന്ന്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.